ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഒരൊറ്റ ദിവസം കൊണ്ടാണ് പോലീസ് പ്രതികളെ മുഴുവൻ വലയിലാക്കിയത്. അതും തന്ത്രപരമായ നീക്കത്തിലൂടെ. ഈ ഗ്രാമത്തിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് പ്രതികൾ മുൻപേ വിധിയെഴുതി കഴിഞ്ഞിരുന്നു. കള്ളനെ വെല്ലുന്ന പോലീസിന്റെ വിജയഗാഥ ഇനി കാണാം. കേസിലെ ഒന്നാം പ്രതിയായ അനിൽ ജോർജിന്റെ ആത്മാർത്ഥ സുഹൃത്തായ വിഷ്ണുവിന്റെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. ചന്ദ്രനെ കൊല്ലാൻ ഉപയോഗിച്ച വെട്ടുകത്തിയും മഴുവുമെല്ലാം അയാളുടെ പറമ്പിൽ നിന്നും കണ്ടെടുത്തു. കേസിലെ ഒന്നാം പ്രതിയായ അനിൽ ജോർജിന്റെ ആത്മാർത്ഥ സുഹൃത്ത്, നിരവധി കേസുകളിലെ പ്രതി, നിർധനരായ ഒരു കുടുംബത്തിന്റെ അത്താണിയായി മാറേണ്ടവൻ കൊടും കൊലയാളിയായി മാറി. അതൊന്നും ഈ കുടുംബം അറിഞ്ഞിരുന്നില്ല. നല്ല ഫ്രണ്ടാണ്. അതിനെ കുറിച്ച് അറിയാം, വേറെ ഒന്നുമില്ല. ചേട്ടന്റെ കാര്യങ്ങളൊന്നും നമ്മളൊന്നും പറയുന്നു. അല്ലല്ല, പോകുന്നതല്ല. ഒരാഴ്ച വീട്ടിൽ ഉണ്ടായിരുന്നു. 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു, വീട്ടിലില്ലായിരുന്നു. 2 ദിവസം ഇല്ലായിരുന്നു വീട്ടിൽ. ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ല എന്താ സംഭവം? ഈ ഇത്രയും വാർത്തകളും പ്രധാനം വരുമ്പോഴും ഇല്ല, അതിന്റെ ഡൗട്ടില്ലല്ലോ നമുക്ക്. അവര് വരും. അനിൽ ജോർജിന് ചന്ദ്രനോട് തീർത്താൽ തീരാത്ത പകയായിരുന്നു. പക തുടങ്ങിയിട്ട് വർഷങ്ങളായി. അനിൽ ജോർജിന്റെ കുടുംബത്തെപ്പറ്റി അപവാദം പറഞ്ഞു പരത്തിയതിലുള്ള വൈരാഗ്യമായിരുന്നു കൊലയ്ക്ക് കാരണമായത്. തന്റെ സഹോദരിയെക്കുറിച്ച് ചന്ദ്രൻ അപവാദം പറയുന്നു. അതുകൊണ്ട് സഹോദരിയുടെ കുടുംബം തകരാൻ പോവുകയാണ്. അവളെ ഭർത്താവ് ഉപേക്ഷിക്കാൻ പോകുന്നു. എനിക്കതിന് അവനോട് പകരം വീട്ടണം. അനിൽ ജോർജ് വിഷ്ണുവിനോട് ആദ്യമായി ഈ കാര്യം തുറന്നു പറഞ്ഞു. വിഷ്ണു പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. ശരീരഭാഗങ്ങൾ അറുത്തുമാറ്റി പരിചയമുള്ള നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ബലിയാട് പ്രദീപിന് കൊട്ടേഷൻ ഏൽപ്പിച്ചു. കൊട്ടേഷന് പണച്ചെലവൊന്നുമില്ല, വയറ് നിറച്ച് മദ്യം മാത്രം. അതായിരുന്നു കണ്ടീഷൻ. ഇവർ തമ്മിൽ നേരത്തെ സൗഹൃദത്തിലായിരുന്നു. അനിൽ ജോർജിന്റെ കുടുംബവും ചന്ദ്രന്റെ കുടുംബവും തമ്മിൽ നേരത്തെ സൗഹൃദത്തിൽ കഴിഞ്ഞു വന്നിരുന്ന കുടുംബമാണ്. ഇവർ തമ്മിൽ നേരത്തെ വസ്തു വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്, പരസ്പരം സഹായിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരിക്കുന്ന ഈ കുടുംബത്തിൽ അടുത്തിടയ്ക്ക് ചന്ദ്രൻ ഇത്തരത്തിലുള്ള വാചകങ്ങൾ പറഞ്ഞ നിമിത്തം ഈ അനിൽ ജോർജിൻ്റെ സഹോദരിയുടെ കുടുംബ ബന്ധത്തിലും മറ്റുമൊക്കെ ചെറിയ താളപ്പിഴകൾ ഉണ്ടായതായിട്ട് അനിൽ ജോർജിന് സംശയമുണ്ടായി. അപ്പോൾ സഹോദരിയുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോകുമോ എന്നൊരു ചിന്ത ഇയാളെ ഭയപ്പെടുത്തി എന്നാണ് ഇയാൾ പറയുന്നത്. അതാണ് അയാൾക്ക് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് അയാളെ പ്രേരിപ്പിച്ചതായി പറയുന്നത്. ഈ കൃത്യത്തിൽ പെട്ട ആൾക്കാർ ഭൂരിഭാഗവും ഒരാൾ മാത്രം, അത് ഉണ്ണി എന്ന് പറയുന്ന ആൾ ഈ അനിൽ ജോർജിൻ്റെ ജോലിക്കാരനാണ്. ഉണ്ണിയാണ് ഈ സംഘത്തിൽപ്പെട്ട ബാക്കിയുള്ള ആൾക്കാരെ ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നതും കൃത്യം ചെയ്യുന്ന ദിവസം തീരുമാനിക്കുന്നതും കൃത്യം ചെയ്യുന്നതും. ഇനി ദൃശ്യം സിനിമ മോഡൽ കഥയാണ്. അനിൽ ജോർജിന്റെ ഗുണ്ടാസംഘം ചന്ദ്രനെ കൊല്ലുന്നു. പിന്നെ സംഘാംഗങ്ങളെല്ലാം ഒളിവിൽ പോകുന്നു. അതിനുശേഷം അനിൽ ജോർജിന്റെ കുബുദ്ധിയാണ് പ്രവർത്തിച്ചത്. സംഭവം നടക്കുമ്പോൾ താൻ ഈ നാട്ടിലില്ലെന്നറിയിക്കാൻ അയാൾ ഈ ടിക്കറ്റുകൾ സംഘടിപ്പിച്ചു. താൻ ഈ ദിവസങ്ങളിലൊക്കെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് പിന്നെ മടങ്ങി വന്നത്. അപ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ കൊല്ലപ്പെട്ട വിവരം അറിയുന്നത്. ദൃശ്യത്തിലെ നായകൻ മോഹൻലാലിനെ കടത്തിവിട്ടുന്ന വിധത്തിൽ അഭിനയിച്ച് തകർത്തു. പക്ഷേ ഒടുവിൽ അയാളുടെ നാവ് എവിടെയോ പിഴച്ചു. അതിൽ പിടിവീണു. തിരക്കഥയെല്ലാം പൊളിഞ്ഞു. അനിൽ ജോർജ് ഈ സംഭവം കഴിഞ്ഞ ശേഷം, സംഭവം നടക്കുന്ന സമയം അനിൽ ജോർജ് MCH ചികിത്സയിലാണ്. സംഭവം നടക്കുന്ന സമയം, സംഭവം കഴിഞ്ഞ് വന്ന ശേഷം ഒരു ദിവസം കഴിഞ്ഞ് അനിൽ ജോർജ് തൃശ്ശൂർ കൊരട്ടിയിലുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയി. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് അനിൽ ജോർജിനെ പോലീസ് കൂട്ടിക്കൊണ്ടുവരുന്നത്.
അച്ഛനെയായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടം. അച്ഛൻ കടയടച്ച് വന്നതിന് ശേഷമേ അവൾ എന്നും ഉറങ്ങാറുള്ളൂ. അതാണ് പണ്ട് മുതലേയുള്ള ശീലം. മോൾക്ക് കൂട്ടായി എന്നും ഈ വാതിൽപ്പടിയിൽ അമ്മയും കാണും. ഇനി മുതൽ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാൻ ഇവർക്കിനി ആരുമില്ല. ഒരു യാത്ര പോലും പറയാതെ അദ്ദേഹം പോയി. അച്ഛനില്ലാത്ത ഈ വീട്ടിൽ ഇനി 2 ജന്മങ്ങൾ മാത്രം ബാക്കി. നമ്മുടെ നാട്ടിൽ ഓരോ ദിനം കഴിയുന്തോറും കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. കുറ്റകൃത്യങ്ങളുടെ രൂപം മാറുന്നു, ഭാവം മാറുന്നു. എങ്കിലും ഒരു സത്യം ഉറപ്പാണ്. ഓരോ കുറ്റകൃത്യം സംഭവിക്കുമ്പോഴും ദൈവം ഒരു തെളിവ് അവശേഷിപ്പിക്കുന്നു. ഈ തെളിവാണ് പിന്നീട് അവർക്ക് വിനയായി മാറുന്നത്. ഈ കേസിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പ്രതികൾ അവശേഷിപ്പിച്ച ഒരേ ഒരു തെളിവ് പിന്നീട് അവർക്ക് വിനയായി മാറി. കുറ്റകൃത്യങ്ങൾ പെരുകുന്ന നമ്മുടെ നാട്ടിൽ മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി, അതിലേറെ ഉത്തരങ്ങൾ തേടി.